السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ചില ശുറൂത്തുകൾ പാലിക്കേണ്ടതുണ്ട്. ശുറൂത്തുകൾ നമസ്കാരത്തിന് പുറത്തുള്ളവയാണ്. നമസ്കരിക്കാൻ വേണ്ടി വരുന്ന വ്യക്തി അയാൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ളത് ഷർത്താണ്. അയാൾ അഖ്ല്, ബുദ്ധിയുള്ള, വിവേകമുള്ള ആളായിരിക്കണം. മാനസിക രോഗിയാവരുത്. കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള പ്രായമെത്തിയ തമീസ് വേണം. ത്വഹാറ പാലിച്ചിരിക്കണം. അയാൾ ശുദ്ധി പാലിച്ചിരിക്കണം. നജസുകളിൽ നിന്ന് മുക്തനായിരിക്കണം. അയാൾ വുദു ഉണ്ടായിരിക്കണം. കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. ഇതൊക്കെയാണ് ശുറൂത്തുകൾ എന്ന് പറയുന്നത്. അത് നിസ്കാരത്തിൽപ്പെട്ട വിഷയങ്ങളല്ല. നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങളാണ് അർക്കാനുകൾ എന്ന് പറയുന്നത്. നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആള് അയാൾ നിർബന്ധമായും നമസ്കരിക്കുമ്പം അയാളത് ചെയ്തിട്ടില്ലെങ്കിൽ ആ നമസ്കാരം ബാത്തിലാകും. നിൽക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് റുക്നാണ്. ഫാത്തിഹ ഓതുക, റുക്കൂ ചെയ്യുക, റുക്കൂവിൽ നിന്ന് എഴുന്നേൽക്കുക, നേരെ നിൽക്കുക, സുജൂദിലേക്ക് പോവുക, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക, തശഹുദ്, സലാം വീട്ടുക, ഇതൊക്കെ നമസ്കാരത്തിൻ്റെ റുക്നാണ്. ഇതൊരാൾ നഷ്ടപ്പെടുത്തിയാൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമല്ല. അതിൽപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. അൽ ഖിയാം എന്നുള്ളതാണ്. നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ അയാൾ സാധ്യമാണെങ്കിൽ അയാൾക്ക് നിന്ന് നമസ്കരിക്കാൻ പ്രയാസമല്ലെങ്കിൽ അയാൾ നിർബന്ധമായും നിന്ന് നമസ്കരിച്ചിരിക്കണം. സാധ്യമായിട്ടും ഒരാൾ ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ നിർബന്ധ നമസ്കാരമാണെങ്കിൽ, ഫരീദത്തായ സ്വലാത്താണെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. നിർബന്ധ നമസ്കാരങ്ങൾ 5 വക്തും ഒരാൾ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖിഫു ഫീഹാ ഖായിമൻ ഫിൽ ഫർദി വത്തതവ്വുഇ ഇഅ്തിമാറൻ ബിഖൗലിഹി തആല വഖൂമു ലില്ലാഹി ഖാനിതീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധ നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അടക്കത്തോടെ ഒതുക്കത്തോടെ നിൽക്കുക എന്ന ഖുർആനിന്റെ ആയത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് പ്രവാചകൻ നിന്ന് നമസ്കരിക്കുമായിരുന്നു. വഅമ്മാ ഫിസ് സഫരി ഫകാന അലാ യുസല്ലി അലാ റാഹിലതിഹി നാഫില. യാത്രയിലാണെങ്കിൽ സുന്നത്ത് നമസ്കാരം നമ്മൾ പറഞ്ഞു വാഹനത്തിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്നു. വാഹനത്തിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ആ നിസ്കാരം ഇരുന്നിട്ടുള്ള നിസ്കാരവും. വസന്ന ലി ഉമ്മത്തിഹി അൻ യുസല്ലു ഫിൽ ഖൗഫി ശദീദി അലാ അഖ്ദാമിഹി വറുക്ബാൻ ഔ റുക്ബാനൻ കമാ തഖദ്ദമ. നമ്മൾ പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ അവസരത്തിൽ നടന്നുകൊണ്ടോ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ടോ ഒക്കെ നിസ്കരിക്കാം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് തുടർന്ന് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് കൊണ്ടുവരികയാണ്. ഹാഫിദു അല സ്വലവാതി വസ്സലാത്തിൽ ഉസ്ത. നിങ്ങൾ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുക, പ്രത്യേകിച്ച് മധ്യത്തിലുള്ള നിസ്കാരം. വസ്സലാത്ത് അൽ ഉസ്ത എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വലാത്തുൽ അശ്റാണ്. പ്രത്യേകം അത് പരാമർശിച്ചു. സ്വലാത്തുൽ അശ്റും പ്രത്യേകിച്ച് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അടക്കത്തോടെ നിൽക്കുക. ഫൈൻ ഖിഫ്തും. ഇനി നിങ്ങൾ ഭയപ്പാടിലാണെങ്കിൽ, യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണെങ്കിൽ, ഫരിജാലൻ, നടന്നുകൊണ്ട് നിസ്കരിക്കാം. ഔ റുക്ബാനൻ, അല്ലെങ്കിൽ വാഹനപ്പുറത്ത് കയറിക്കൊണ്ട് നമസ്കരിക്കാം. ഫൈദ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും. നിങ്ങൾ നിർഭയത്വത്തിലായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ അള്ളാഹനെ സ്മരിക്കുക. മാലം തകൂനു തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്തത് എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ രൂപത്തിൽ നിർവഹിക്കുക. വസല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദി മൗതിഹി ജാലിസൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചു, മരണകാരണമായ രോഗം. ആ സമയത്ത് പ്രവാചകൻ ഇരുന്നു നമസ്കരിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. വസല്ലാഹാ കദാലിക മറത്തൻ ഉഖ്റ ഖബ്ല ഹാദിഹി ഹീന ഇസ്തക വസല്ല അന്നാസു വറാഹു ഖിയാമൻ.
അതേപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രോഗമായിരുന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു ഇരുന്നു കൊണ്ട്. വസല്ല വറാഹു ഖിയാമൻ, ആളുകൾ നിന്ന് നമസ്കരിച്ചു പിന്നില്. ഫഅശാറ ഇലൈഹി, അപ്പൊ റസൂൽ അവരോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇജ്ലിസൂ, പ്രവാചകൻ ഇരുന്ന് നമസ്കരിക്കുന്നത്. സ്വഹാബത്ത് ഒരു യുദ്ധത്തിന്റെ സമയമാണ്, ഉഹദിന്റെ സമയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് സ്വഹാബത്ത് നിന്ന് നമസ്കരിച്ചപ്പോ റസൂൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഫജലസു, അപ്പൊ പിന്നിലുള്ള മഅമൂമികൾ മുഴുവൻ ഇരുന്നു. ഫലമ്മൻ ശറഫ ഖാല ഇൻ കിത്തും ആനിഫൻ ലതഫഅലൂന ഫിഅല ഫാരിസി വറൂം, നിങ്ങൾ പേർഷ്യക്കാരെ പോലെയും റോമുകാരെ പോലെയും പ്രവർത്തിച്ചു പോകുമായിരുന്നു. യഖൂമൂന അലാ മുലൂകിഹിം വഹും ഖുഊദ്, കാരണം അവർക്കൊരു സ്വഭാവമുണ്ട്, അവരുടെ നേതാക്കന്മാരൊക്കെ നിൽക്കും, ഭരണകർത്താക്കള് രാജാക്കന്മാര് നിൽക്കും, അവരിയ്ക്കും. അവരെ ബഹുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അണികളായ ആളുകൾ അവരുടെ ആരാധനയിലും മറ്റുമൊക്കെ അവരുടെ കൂടെ നിന്നുകൊണ്ടായിരിക്കും അത് നിർവഹിക്കുക. മലക്ക് അവിടെയുള്ള രാജാക്കന്മാരും മറ്റും ഇരുന്ന് അവര് ആരാധനയോ മറ്റു കാര്യങ്ങളോ നിർവഹിക്കുമ്പം അവരോടുള്ള ബഹുമാന സൂചകമായി എന്ത് ചെയ്യും, അവിടെ കൂടെ ഇങ്ങനെ നിൽക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. ഇന്നമാ ജുഇലൽ ഇമാമു ഫലാ തഫഅലു, നിങ്ങൾ അത് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാം എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടാനാണ്, എല്ലാവരും ഇമാമിനെ ഫോളോ ചെയ്യണം. ഫൈദാ റകഅ ഫർകഉ, ഇമാം റുകൂഉ ചെയ്താൽ നിങ്ങൾ റുകൂഉ ചെയ്യണം. വഇദാ റഫഅ ഫർഫഉ, ഇമാം റുകൂഇൽ നിന്ന് ഉയർന്നാൽ നിങ്ങൾ റുകൂഇൽ നിന്ന് ഉയരണം. വഇദാ സ്വല്ല ജാലിസൻ ഫസല്ലു ജുലൂസാ, ഇമാം ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങളും ഇരുന്നു കൊണ്ട് നമസ്കാരം നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം രോഗമായി, ഏത് രോഗം എന്ന് പറഞ്ഞാൽ മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രോഗം. ചിലപ്പോൾ ഒരു ഇമാമിന് നിൽക്കാനേ കഴിയാത്തൊരു രോഗമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഇമാമ് നിൽക്കരുത് എന്നാണ്. കാരണം നിസ്കരിക്കുമ്പോൾ നിൽക്കുക എന്നുള്ള അതിൻ്റെ റുക്കിനാണ്. എന്നാൽ എന്തെങ്കിലും ചില കാരണവശാൽ 1-2 ദിവസങ്ങൾ ഇമാമിന് എന്തെങ്കിലും രോഗം ബാധിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ, അവിടെ വേറെ ആരെങ്കിലും ഇമാമത്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതാണെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ കൂടെ ഉള്ളവർ ഇരുന്ന് നമസ്കരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിധി. എന്നാൽ അത്തരം രോഗമുള്ള ആളുകൾ അവര് അത്തരം ഇമാമത്തിലേക്ക് വരാതെ സ്വയം മാറി നിൽക്കുക എന്നുള്ളതും പണ്ഡിതന്മാർ പറയുന്ന വിഷയമാണ്. അവിടെയാണ് ഒരു വിഷയം കടന്നു വരുന്നത്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുമ്പ് ഒരിക്കൽ പ്രവാചകൻ ഇരുന്ന് നമസ്കരിച്ചു, സ്വഹാബത്ത് പിന്നിൽ നിന്ന് നമസ്കരിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഹദീസും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹദീസും പ്രവാചകൻ ഇരുന്നു, സ്വഹാബത്ത് കൂടെ ഇരുന്നില്ല. ഇത് രണ്ടും തമ്മിൽ പണ്ഡിതന്മാർ പല രൂപത്തിൽ വ്യാഖ്യാനിച്ചതായി കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് വരാതെ രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുകയാണ്. ഇമാമത്ത് നിന്നുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ നമസ്കാരം തന്നെ മുറിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടു. അദ്ദേഹം പിന്നിലേക്ക് പോകാൻ നിന്നപ്പം പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, പോവണ്ട. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ ചാരെ വന്ന് ഇരുന്ന് നമസ്കരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ നമസ്കാരം അടുത്ത് നിന്ന് ഫോളോ ചെയ്തു, നിന്നുകൊണ്ട്. അത് കണ്ടുകൊണ്ട് സ്വഹാബികൾ നിസ്കരിച്ചു. ഇതാണ് ആ സംഭവം. അപ്പൊ ഈ ആദ്യം പറഞ്ഞ ഹദീസും ഈ പറഞ്ഞ ഹദീസും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു വൈരുദ്ധ്യം തോന്നും. കാരണം പ്രവാചകൻ പ്രത്യേകം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇമാം ഇരുന്നാൽ കൂടെ ഇരുന്നു കൊണ്ട് നമസ്കരിച്ചു കൊള്ളണം, കൽപ്പനയാണ്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. നിസ്കരിക്കുമ്പോൾ കൈൻ്റെ വിരൽ അനക്കണോ അനക്കണ്ടേ ചർച്ചയാണ്, ഏത് സ്വീകരിക്കണം. അത് കൃത്യമായി നമ്മൾ നമ്മുടെ വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിന് തൃപ്തികരമായത് നമുക്കത് ബോധ്യപ്പെടുന്നതാണല്ലോ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക. അത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് പൊറുക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുജ്തഹിദായ ഒരു പണ്ഡിതൻ ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തി, ഗവേഷണം നടത്തി സത്യം കണ്ടെത്തിയാൽ അയാൾക്ക് 2 പുണ്യാണ്.
അയാൾ പറഞ്ഞത് ശരിയാണ്. ഇനി അയാൾക്ക് പിഴച്ചുപോയി, അയാൾ പറഞ്ഞ് തെറ്റിപ്പോയി, എങ്കിലും അയാൾക്കൊരു പുണ്യമുണ്ട്, തെറ്റില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇതെല്ലാത്തിലും അഭിപ്രായ വ്യത്യാസമാണല്ലോ. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള ആളുകൾ ഈ ഹദീസിനെ ജംഅ് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, വൽ ജംഉ ഹുനാ മുംകിനുൻ ജിദ്ദൻ അശാറ ഇലൈഹി ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് فقال انما بقي الصحابه قياما لان ابا بكر ابتدأ بهم الصلاه قائما وعلى هذا نقول لو حدث للامام الحي علة في اثناء الصلاه عجزت عن القيام فاكمل صلاته جالسا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരം അബൂബക്കർ സിദ്ദീഖിനോട് തുടങ്ങാൻ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് നിന്നുകൊണ്ടാണ് നിസ്കാരം ആരംഭിച്ചത്. നിന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് അങ്ങോട്ട് വന്നത്. അപ്പൊ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ഇമാമ് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ട് അദ്ദേഹം ഇരുന്നു, നമസ്കാരം തുടങ്ങുന്ന മുമ്പേ അല്ല, തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം, അങ്ങനെയെങ്കിൽ ഇമാം മഅ്മൂമീങ്ങൾ നിൽക്കേണ്ടതില്ല, അവർ ഇരിക്കേണ്ടതില്ല ഇമാമിന്റെ കൂടെ, അവർക്ക് വേണമെങ്കിൽ നിൽക്കാം എന്നുള്ളതാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൈനൽ മഅ്മൂമീന വഹാദാ ലാ ശക്ക അന്നഹു ജംഉൻ ഹസനുൻ വാദിഹ്. ഇതിന് സംശയമല്ല, ഇത് നല്ലൊരു ജമാഅണ്, രണ്ട് ഹദീസുകൾ തമ്മിൽ യോജിപ്പിക്കലാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം പറഞ്ഞത് ആദ്യകാലത്തെ നിയമമാണ്, രണ്ടാമത് പറഞ്ഞത് പിന്നീട് വന്ന നിയമമാണ്. ആദ്യത്തെ നിയമം ദുർബലപ്പെട്ടിട്ടുണ്ട്, പുതിയ നിയമമാണ് സ്വീകരിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ്. അതിന് അറബിയിൽ നാസിഖ് മൻസൂഖ് എന്നാ പറയും. ഒരു വിധി അള്ളാഹ് അവതരിപ്പിക്കും, അതൊരു കാലഘട്ടത്തിലേക്ക് വേണ്ടി അള്ളാഹ് അവതരിപ്പിച്ചതായിരിക്കും. പിന്നീട് ആ വിധി അള്ളാഹ് ദുർബലപ്പെടുത്തി പുതിയ വിധി കൊണ്ടുവരും. ഏതുപോലെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം. ഇസ്ലാമിൽ ഒരാൾ നമസ്കരിക്കുമ്പം മദ്യപിക്കരുത്, മദ്യപാനിയായി മദ്യലഹരിയിൽ നിസ്കരിക്കരുത് എന്നേ വിധിയുള്ളൂ. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും മദ്യപിക്കുന്നതിന് പ്രശ്നമല്ല. നിസ്കരിക്കുമ്പോൾ അയാൾ മദ്യലഹരിയിലാവരുത്. വേണമെങ്കിൽ അയാൾക്ക് തെളിവ് പറയാം, വലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ചു കൊണ്ടിരിക്കെ നമസ്കരിക്കരുത്. പക്ഷെ ഈ ആയത്ത് ദുർബലപ്പെടുത്തിയതാണ് അള്ളാഹ് തന്നെ. ഇത് പഴയ കാലത്തെ വിധിയാണ്. ആ വിധിയെ പുതിയ വിധി കൊണ്ട് അള്ളാഹു അതിനെ മാറ്റിയിട്ടുണ്ട്. എന്താ പുതിയ വിധി? പുതിയ വിധി, ഇന്നമാ യുരീദു ശൈത്താനു യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനി സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ഈ ആയത്താണ്. ലഹരി എന്ന് പറഞ്ഞാൽ പൈശാചികമാണ്, ഒഴിവാക്കണം. ഇതാണ് ആ വിഷയത്തിൽ അവസാനം വന്ന വിധി. ഈ വിധി പഴയ വിധിയെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനാണ് നാസിഖ് മൻസൂഖ് എന്ന് പറയാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കൽപ്പിച്ചത് ഇരിക്കണമെന്നായിരുന്നു. പിന്നീട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കേണ്ടതില്ല, അവർക്ക് നിന്നും നമസ്കരിക്കാം ഇമാം ഇരുന്നാലും എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇതിനെ ചില പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ഒരിക്കലും പ്രവാചകൻ ഒരു കാര്യം, നമ്മൾ വിദ്യാർത്ഥികൾ പ്രത്യേക അടിവരയിടേണ്ട ഒരു കാര്യമാണ്, പ്രവാചകൻ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു കാര്യം പ്രവാചകൻ ചെയ്തു കാണിച്ചു. ചെയ്യണമെന്ന് പറഞ്ഞതിനാണ് മുൻതൂക്കം, ചെയ്ത് കാണിച്ചതിനല്ല മുൻതൂക്കം. കാരണം പ്രവാചകൻ ഒരു കാര്യം ചെയ്തു എന്ന് വന്നാൽ തന്നെയും അത് നിർബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രവാചകന് ചെയ്യാമെന്നേ അതിൽ നിന്ന് അർത്ഥം കിട്ടും. എന്നാൽ ചെയ്യണമെന്ന് പ്രവാചകൻ വാക്കുകൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിലോ അതിനാണ് കൂടുതൽ പ്രവാചകന്റെ പ്രവൃത്തിയേക്കാൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഒരിക്കലും നസ്ഖ് പറയുന്ന പണ്ഡിതന്മാര് ഒരിക്കലും പ്രവാചകൻ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വിധി ദുർബലപ്പെടണമെങ്കിൽ അത് ചെയ്യരുത് എന്ന് പ്രവാചകൻ വാക്കാൽ തന്നെ പറയണം. പ്രവാചകൻ അതിനെതിരായി ചെയ്ത് കാണിച്ചാൽ, അഥവാ ആ പറഞ്ഞതിന് വിരുദ്ധമായാണ് പ്രവാചകൻ ചെയ്തതെങ്കിൽ അതിന്റെ വിധി മറ്റൊന്നാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകൻ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് പിന്നീട് പ്രവാചകൻ ചെയ്താൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ കൽപ്പന നിർബന്ധ സ്വഭാവത്തിലുള്ളതല്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിർബന്ധ സ്വഭാവത്തിലുള്ളതല്ല, വേണം ചെയ്യുന്നതാണ് നല്ലത്, ചെയ്യാതിരിക്കുകയും ആവാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരാൾ നമസ്കരിക്കുമ്പം ഇമാമ് ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവർ പിന്നിൽ ഇമാമിന്റെ കൂടെ ഇരിക്കലാണ് ഉത്തമം. എന്നാൽ അവർ നിന്ന് നമസ്കരിച്ചു എന്നതുകൊണ്ട് അവരുടെ നമസ്കാരം അത്
ദുർബലപ്പെടുന്ന വിഷയമല്ല. അതിൽ അവർക്ക് രണ്ട് സമീപനത്തിൽ ഏതും സ്വീകരിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ മാമൂമികൾ എല്ലാവർക്കും ഇരിക്കാം, അല്ലെങ്കിൽ നിൽക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് സ്വലാത്തുൽ മരീദ് ജാലിസൻ. രോഗിയാണെങ്കിൽ ഒരാൾക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാനത്ത് ബി ബവാസീറു ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ബവാസീർ ഉണ്ടായിരുന്നു. ബവാസീർ എന്ന് പറഞ്ഞാൽ പൈൽസ് പോലെ മൂലക്കൂര് എന്ന് പറയുന്ന അസുഖമാണ്. ഇരിക്കാൻ പ്രയാസമായിരുന്നുവല്ല. ആ സമയത്ത് ഞാൻ പ്രവാചകനോട് ചോദിച്ചു, റസൂലേ, എനിക്ക് ഇരിക്കൽ പ്രയാസാണ്. സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിച്ചോ. ഇരിക്കേണ്ട സമയത്ത് പോലും ഇരിക്കാതെ സാധ്യമാകുന്ന രൂപത്തിൽ നിസ്കരിച്ചോ. ഫൈലം തസ്തത്തിയ, നീ നിന്ന് നമസ്കരിക്കുക. അല്ലെങ്കിൽ ഫഖായിദൻ, അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചോ. വൈലം തസ്തത്തി ഫഅല ജംബിൻ, ഇനി ഇരിക്കാനും പറ്റില്ല, കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ കിടന്നിട്ടും നമസ്കരിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. വേറെ ഏതെങ്കിലും രോഗം കാരണമോ മറ്റോ ചെയ്യാൻ പറ്റൂലെങ്കിൽ സാധിക്കുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അയ്ളൻ സഅൽതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തി റജുലി വഹുവ ഖായിദുൻ ഫഖാല മൻ സ്വല്ലാ ഖായിമൻ ഫഹുവ അഫ്ളൽ. നിന്ന് നമസ്കരിക്കലാണ് ഏറ്റവും പുണ്യമുള്ളത്. വമൻ സ്വല്ലാ ഖായിദൻ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം. ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പുണ്യമേ ഉള്ളൂ. ഒമൻ സ്വല്ലാ നായിമൻ എന്ന് പറ, കിടന്ന് നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം, ഇരുന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പകുതി പുണ്യമേ ഉള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നാസിൻ വഹും യുസല്ലൂ ഖുഊദൻ മിൻ മറദ് ഫഖാല ഇന്ന സ്വലാത്തൽ ഖായിദി അല നിസ്ഫി മിൻ സ്വലാത്തിൽ ഖായിം. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, നിൽക്കുന്ന ഒരാളേക്കാൾ അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക് പകുതി പുണ്യമേ ഉണ്ടാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റിൽപ്പെട്ടതാണ്, സുജൂദ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനം വെക്കും. ഇത് ജൂത ആചാരങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഷിയകളിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സുജൂദ് ചെയ്യുമ്പം അവിടെ എന്തെങ്കിലും ഒരു സാധനം തല വെക്കാൻ വേണ്ടി മാത്രം പ്രത്യേകമായി വെക്കുക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്ത വിഷയമാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ കണ്ടു, ഒരു രോഗിയെ സന്ദർശിച്ചു. വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരീളൻ ഫറആഹു യുസല്ലി അലാ വിസാദ. അയാൾ തലയിണ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അയാൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല ശരിക്ക്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഈ തലയിണയിൽ തല വെക്കും. ഫഅഖദഹ ഫറമാ ബിഹ, അത് എടുത്ത് എറിഞ്ഞു റസൂല്. ഫഅഖദ ഊദൻ, അപ്പൊ അദ്ദേഹം പകരം ഒരു മരത്തിന്റെ കഷ്ണോ മറ്റോ വെച്ചു. ലിയുസല്ലി അലൈഹി ഫഅഖദഹു ഫറമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞു, സ്വല്ലി അലൽ അർദി ഇൻ ഇസ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ശരിക്ക് നിന്റെ മുസല്ലയിൽ അതെങ്കിൽ ഭൂമിയിൽ നിസ്കരിക്കുക. ഫഇല്ല ഫഔമാ ഈമാൻ, ഇനി അഥവാ നിനക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂലെങ്കിൽ നീ ഈ പണി ചെയ്യണ്ട, നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ നീ കുനിയ. അത് ആംഗ്യം കാണിക്കാൻ ഔമാ എന്ന് പറഞ്ഞാൽ വജഅൽ സുജൂദക അഖ്ഫള മിൻ റുകൂഇക്, നീ സുജൂദിന്റെ ആംഗ്യം കാണിക്കുമ്പോൾ റുക്കൂഇന് എങ്ങനെയാണോ ആംഗ്യം കാണിച്ചത് അതിനേക്കാൾ അല്പം കൂടി കുനിഞ്ഞുകൊണ്ട് സുജൂദിന് ആംഗ്യം കാണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമല്ലാത്ത നമസ്കാരത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ പോലും. ഇപ്പൊ പ്രായമുള്ള ഒരാളാണ്, ദീർഘമായി രാത്രി നിസ്കരിക്കുമ്പോൾ അയാൾക്ക് നിൽക്കുമ്പോൾ ഒരല്പം പ്രയാസമുണ്ട് എങ്കിൽ വേണമെങ്കിൽ നിർബന്ധമല്ലാത്ത നിസ്കാരങ്ങളിൽ ഇരുന്ന് നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിരുന്നു. കാന യുസല്ലി ലൈലൻ തവീലൻ ഖായിമൻ, ദീർഘമായി നിൽക്കും. വലൈലൻ തവീലൻ ഖായിലൻ, ചിലപ്പോൾ ദീർഘമായി ഇരുന്ന് നിസ്കരിക്കും. വകാന ഇദാ ഖറഅ ഖായിമൻ റകഅ ഖായിമൻ, നിന്നുകൊണ്ടാണ് പ്രവാചകൻ പാരായണം ചെയ്തെങ്കിൽ റുക്കൂവും അങ്ങനെ തന്നെ നിന്നുകൊണ്ട്. വൈദാ ഖറഅ ഖായിദൻ റകഅ ഖായിദൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ടാണ് പാരായണം ചെയ്തതെങ്കിൽ റുക്കൂവും ഇരുന്നിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സ്വല്ല സുബ്ഹത ഖായിദൻ ഫീ ആഖിരി ഹയാത്തി, പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ. ലമ്മ അസന്ന, പ്രവാചകന് പ്രായമേറിയപ്പോൾ. വദാലിക ഖബ്ല വഫാത്തിഹി ബിആമിൻ, പ്രവാചകൻ മരിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത്, പറഞ്ഞതിന്റെ ചുരുക്കം, ഒരാൾ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ റുക്നാണ്. ഒരാൾ മനഃപൂർവ്വം നിൽക്കാതിരുന്നാൽ അയാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ നിർബന്ധമല്ലാത്ത നമസ്കാരങ്ങളിൽ അയാൾക്ക് വേണമെങ്കിൽ
ഇരുന്ന് സൗകര്യമുള്ള രൂപത്തിൽ ഇരുന്നും നമസ്കരിക്കാവുന്നതാണ്. ഇമാമ് നമസ്കാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നിലുള്ള മഅ്മൂമിങ്ങളും ഇരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഫ്ളലായ സുന്നത്ത്. ഇമാമ് എന്തെങ്കിലും കാരണവശാൽ രോഗിയായി നിന്ന് നമസ്കരിക്കാൻ കഴിയാതെ ഇരുന്നാണ് നമസ്കാരം തുടങ്ങുന്നതെങ്കിൽ പിന്നിലുള്ളവരും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കണമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ നമസ്കാരത്തെ കൃത്യമായി മനസ്സിലാക്കുവാനും അനുധാവനം ചെയ്യുവാനും തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.